അയ്യപ്പനെ വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് പിണറായി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാവില്ല എന്നാണ് എനിക്ക് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതല്ല, വിറ്റ് കാശാക്കാന്ന് പറഞ്ഞാല് സ്വർണ്ണമാണെന്ന് പറയുന്നു, ചെമ്പാണെന്ന് പറയുന്നു, പിത്തളയാണെന്ന് പറയുന്നു, എന്താണെന്നൊന്നും ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ പറയുന്നേ. സ്വർണ്ണ താഴികക്കുടം കൊണ്ടുവന്നു, ദ്വാരപാലകന്മാരെ പിത്തളയിലായിരുന്നു, അതിനിപ്പോൾ സ്വർണം പൂശി എന്ന് പറയുന്നു, ഒരു സ്വാമിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ അനിയത്തിയുടെ വീട്ടിലാണെന്ന്, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ. ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യപ്പൻ്റെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ, അയ്യപ്പസ്വാമിയുടെ എന്താണെന്ന് ഒരു പിത്തള കഷ്ണം കൊടുത്താൽ പോലും ജനങ്ങളത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. ഇതായിരുന്നിരിക്കാം അവരുടെ ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ ഒരു സ്വാമി എന്ന് പറഞ്ഞ ആൾക്കത് കൊടുക്കുവാനുള്ള വരുമാനമുണ്ടോ എന്നൊന്നും ആലോചിക്കണ്ടേ? ഇത്രയും വലിയ സ്വർണത്തിൻ്റെ ഇത് പൂശിയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നോക്കണ്ടേ? അയ്യപ്പസ്വാമിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് മറ്റേ പ്രശാന്തിൻ്റെ കാര്യമാണ്. അവർ നടത്തിയ ആഗോള സംഗമം ഗോളമായി പോയി. ഒരു ആഗോളക്കാരൊക്കെയാണെങ്കിൽ കുറച്ച് കോട്ടും സൂട്ടൊക്കെ ഇട്ട് വരും. ഞാൻ ആഗോളം ആഫ്രിക്ക വെച്ച് ബാക്കി അന്റാർട്ടിക്ക വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും പോയതാ. ഇങ്ങനെയുള്ളതിനൊക്കെ വരുമ്പോൾ ദേ കം ലിറ്റിൽ പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടാണ് വരിക, ബിസിനസ് ലൈക്കിലായിട്ടാണ് വരിക. അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ആ വേഷത്തിലേക്ക് പോകുമെങ്കിലും അവിടെ അങ്ങനെ പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരൊറ്റയാളെ ഞാൻ കണ്ടില്ല. സത്യത്തിൽ ഇത് അയ്യപ്പൻ കൊടുത്തൊരു തിരിച്ചടിയല്ലേ? അയ്യപ്പ ശാപമാണെന്ന് പറയാലോ. കാരണം പണ്ട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയം ഉണ്ടെങ്കിൽ അന്നും വോട്ടായിരുന്നു ലക്ഷ്യം. അതെ, ഇന്നും വോട്ടായിരുന്നു ലക്ഷ്യം. അന്ന് കൊടുത്തതിന് അയ്യപ്പൻ ഇന്ന് കൊടുത്തു എന്നുള്ളത് കരുതിക്കൂടെ? തീർച്ചയായിട്ടും. ഈ അയ്യപ്പസ്വാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ മോളെ 2000 കേസൊക്കെ എൻ്റെ തൊട്ടപ്പുറത്താണ് SGR കുമാർ, അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഇപ്പോൾ അഖിലേന്ത്യാ അയ്യപ്പ സേവാ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ എതിരെ എത്ര കേസുകളാണ്. ഇത് ഇവിടെ കേസ്, അത് കഴിഞ്ഞ് കാസർഗോഡ് കേസ്, തിരുവനന്തപുരത്ത് കേസ്, നമ്മളുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ ജി ഇല്ലേ, അങ്ങനെ ആദ്യമായിട്ടൊരു ജാഥയ്ക്ക് പുറത്തിറങ്ങിയതാണ്. അദ്ദേഹം വലിയ PSC ചെയർമാനും പിന്നെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. കൊലപാതക ശ്രമം അങ്ങനെ പറയാ. എൻ്റെ പത്മജ, ഇങ്ങനെയൊക്കെ പറയാമോ? ഒരു വൈസ് ചാൻസലർ ആയിരുന്ന ആള്, ഒരു PSC ചെയർമാൻ ആയിരുന്ന ആള് നാമജപ ഘോഷയാത്രയിൽ പങ്കിട്ട് സ്വാമിയെ ശരണയ്യപ്പ എന്ന് എറണാകുളത്തമ്പലം എൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നിന്നതിൽ എന്ത് കൊലപാതക ശ്രമമാണ്? ആരെയാണ് കൊലപാതകം നടത്താൻ ശ്രമിക്കുന്നത്? എൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു പേന സാധാരണ ഉണ്ടാവും. അന്ന് ആ പേന പോലും ഞാൻ എടുത്തില്ല. കാരണം ഈ ഇതിലേക്ക് നാമജപ യാത്രയിലേക്കാണല്ലോ പോകുന്ന, പേനയുടെ ആവശ്യമില്ല. സാധാരണ പോക്കറ്റിലൊരു പേന കാണും. അദ്ദേഹത്തിന് പേന ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് കുത്തിക്കൊല്ലാൻ നോക്കിയെന്ന് പറയാം. അതുപോലും ഇല്ലാത്ത അദ്ദേഹത്തിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. ഒരു ദിവസം കുമാർ ചേട്ടൻ, ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കണേ, അദ്ദേഹം വിളിച്ചു, മാക്സിമം ആൾക്കാരെയും കൊണ്ടുവരും, എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അറസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഇതുമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എൻ്റെ വൈഫ് മാത്രമേ ഇവിടെയുള്ളൂ, പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാമെന്നൊന്നും അറിയില്ലല്ലോ എന്ന്. ഞങ്ങൾ തൊട്ടടുത്തായാലും ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആൾക്കാരും BJPയുടെ ആൾക്കാരും കൂടെ കുമാർ ചേട്ടൻ ഒരു വലിയ ജീപ്പ് നിറയെ പോലീസൊക്കെ വന്നു. അപ്പം ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ അവരൊന്നും ഞങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് പേര്, അദ്ദേഹം വിചാരിച്ച് ഇവരെ പിടിച്ച് കൊണ്ടുവന്ന്. അദ്ദേഹം വരൂ, അല്ല എന്താ സാർ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഞാൻ അവിടെ പോകാനാണ്. അല്ല അങ്ങനെയല്ല, മേലിൽ നിന്നൊക്കെ വന്ന് സാർ ഇവിടെ ഉണ്ടോ, സാറിൻ്റെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത്ര മാത്രം ഞാൻ VIP ആണ്, എനിക്കിവിടെ പ്രൊട്ടക്ഷൻ വെക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകാണ്ട് അവരങ്ങ് പോയി. അവർ വിചാരിച്ചത് ഇദ്ദേഹത്തെ തൂക്കിയെടുത്തോണ്ട് പോകാം, ഇത് ചെവി അറിയാണ്ട്, ചേച്ചിക്കൊന്നും മനസ്സിലാവില്ല എന്താ സംഭവം എന്ന്. പക്ഷെ ഞങ്ങൾ ഇത്രയും പേരെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ അയ്യപ്പസ്വാമി സമ്മതിക്കില്ല എന്ന് മനസ്സിലായി. അതുപോലെ എനിക്കെതിരെയും കുറേ കേസുണ്ട് കേട്ടോ, ഇനിയും കേസുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് അവർ ഡിക്ലെയർ ചെയ്തു എല്ലാ കേസുകളും വേണ്ടാന്ന് വെച്ചു എന്ന്. എന്നാലും ഞങ്ങളൊക്കെ പോയി ജാമ്യം എടുത്തു. ഞാൻ ഇതിന് പോകുന്ന സമയത്ത് എൻ്റെ നോമിനേഷൻ അസംബ്ലിയിലേക്കുള്ള BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ എറണാകുളത്ത് നിന്ന്. പോകുന്ന സമയത്ത് നെടുമ്പാശ്ശേരി അവിടെ ഞാൻ പോയി ജാമ്യം എടുത്തതാണ് കേട്ടോ. അവിടെ 2ാം പ്രതി തൃപ്തി ദേശായി വന്ന സമയത്ത്, അതായത് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രശ്നം ഉണ്ടാക്കി. ശോഭ ചേച്ചിയും സുരേന്ദ്രൻ ചേട്ടനും അവരൊക്കെ മലയാളത്തിൽ സംസാരിച്ചാലും കേരളത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ച അഖിലേന്ത്യാ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിലും പ്രശ്നം ഉണ്ടാക്കി. അധികം പറഞ്ഞാൽ 1ാം പ്രതിയാക്കും. നമ്മൾ ഒന്നും മിണ്ടുന്നില്ല, 2ാം പ്രതി കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അത് ജാമ്യം എടുത്തു.
ഞാൻ പോകുന്ന സമയത്ത് വിളിച്ചിരിക്കുകയാണ്, ഒരെണ്ണം ബാക്കിയുണ്ട്, വേഗം നെടുമ്പാശ്ശേരിയിൽ വന്ന് ജാമ്യം എടുക്കുക. ഞാൻ പറഞ്ഞു എനിക്കിനി സമയം ബാക്കിയില്ല, ഇവിടെ എനിക്ക് നോമിനേഷൻ കൊടുക്കണം, നിങ്ങൾ ഇവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്താ എൻ്റെ പേരിലെ തെറ്റ്? നിങ്ങൾ വഴി തടസ്സം ഉണ്ടാക്കി, അതായത് നമ്മൾ നാമജപയാത്രയിൽ പങ്കെടുത്ത് പോകുമ്പോൾ വഴി തടസ്സം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പക്ഷെ ആരെയും കൊല്ലാൻ ഇത്ര അത്യാവശ്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട, അത് എത്രയോ 2-3 കൊല്ലം മുമ്പ് നടന്ന കാര്യം, അതിന് ഇപ്പൊ ഓടി ഒന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? അതൊന്നുമില്ല, നിങ്ങളുടെ പേരിലെ കേസ് വഴി തടയൽ നടത്തിയെന്ന്, എന്നെ ഉടനെ അവർക്ക് അറസ്റ്റ് ചെയ്യണം, ഞാൻ കാൻഡിഡേറ്റ് ആണ് BJPയുടെ. ഇങ്ങനെ ഒരു തരം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കുക, ഇപ്പൊ എനിക്ക് ചിരിയാ വന്നേ. എന്താണ് കേസ്? വഴി തടസ്സം ഉണ്ടാക്കി, അതിന് 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ അറസ്റ്റ് ചെയ്യണോ? ഞാൻ നോമിനേഷൻ കൊടുക്കാൻ തോന്നുമ്പോഴേ അവർക്ക്. അതിനു മുമ്പ് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ പേരിലുള്ള എല്ലാ കേസിനും ഞാൻ ജാമ്യം എടുത്താണ്. അപ്പൊ ഈ കേസ് അവർക്ക് ഓർമ്മ വന്നില്ല. ഇനിയും ഞാൻ കഴിഞ്ഞ ആഴ്ച കുമാർച്ചനെ കണ്ടപ്പോൾ ഇനിയും കിടക്കുന്നുണ്ട്, എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പത്മജ. ഇങ്ങനെ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും രജിസ്റ്റേർഡ് ആയിട്ട്, അവിടെ വാ ഇവിടെ വാ അപ്പുറത്ത് വാ ഇപ്പുറത്ത് വാ എന്ന് പറയുമ്പോൾ ഞാൻ കാറ് കൊടുത്തുകൊണ്ട് അങ്ങ് പോകും. ആകെ ചെയ്ത തെറ്റ് അയ്യപ്പന് വേണ്ടി ശരണം വിളിച്ചു എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് തെറ്റ്. ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറാനുള്ള ഒരു നീക്കം മാത്രമല്ല, സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ടെങ്കിലും പിണറായിക്ക് ഉള്ളിലൊരു സ്വാമിയെ ഈ പറഞ്ഞ പോലെ വിളിക്കുന്നുണ്ടാകാം. അല്ലല്ല, ഇത് കേൾക്കൂ, അദ്ദേഹത്തിന് ഞാൻ എവിടെയോ വായിച്ചാണ്, കൃത്യമായിട്ട് എനിക്ക് ആര് പറഞ്ഞു എന്ന് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇത്രയും ചെയ്തിരിക്കുന്ന ദൈവനിന്ദ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. അയ്യപ്പസ്വാമിയെ മാത്രമല്ല ദൈവങ്ങളെ പൊതുവെ ഇവർ അടച്ചാക്ഷേപിക്കുമല്ലോ. പക്ഷെ മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വലിയ ഭക്തിയായിരുന്നു കേട്ടോ. അവര് പൂമൂടലും അതും ഇതും ഒക്കെ രഹസ്യമായിട്ട്, പരസ്യമായിട്ടൊന്നുമില്ല, പരസ്യമായ രഹസ്യം. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ തന്നെ ക്യാൻസർ അങ്ങനത്തെയൊക്കെ അസുഖങ്ങളാണെന്ന് തോന്നുന്നു, മയോ ക്ലിനിക് എന്ന് പറയുമ്പോൾ അതായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ നടത്തത്തിൽ ഒരു ചെറിയ ബെഞ്ചൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞു ഒരു ഗോശാല വേണം. അപ്പോൾ ഗോശാല ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പറഞ്ഞു അന്നദാനം ചെയ്യണം. ഇത്ര അന്നദാനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ചിലവാക്കാൻ പറ്റില്ലല്ലോ. ഉടനെ ഒരു ആഗോള അയ്യപ്പ ഭക്തന്മാർക്ക് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ അന്നദാനം നടത്തി. പിന്നെ എന്താണ് ആഗോള അയ്യപ്പ ഇതെന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം അദ്ദേഹം മീറ്റിങ്ങിൽ വിളിക്കുകയും സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറയേണ്ടിയും വന്നല്ലോ. അപ്പൊ അതൊക്കെ അതിനുള്ള പരിഹാര മാർഗങ്ങളെ രഹസ്യമായിട്ട് ജോസിനെ കണ്ടു അതാ ഞാൻ പറഞ്ഞ പരിഹാരമായിട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹത്തിന്റെ ആയുസ്സിനും എല്ലാവർക്കും മരണഭയമില്ലേ? ഏത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മരണഭയമില്ലേ? മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ എങ്ങോട്ടേക്ക് പോകുന്നു എന്നറിയാതെ നമ്മൾ കിടക്കുന്ന അവസരത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മോളെ, വലിയൊരു കള്ളനോ ആരോ മകന്റെ പേരെന്തോ നാരായണന്ന്, ഇങ്ങനെ നാരായണ വിളിച്ച് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിച്ചെല്ലിയപ്പോൾ അതെന്താണ് ഇത്രയും കള്ളനും ഒരു ചീത്ത മനുഷ്യനെ അയാൾക്ക് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നത് മകന്റെ പേരാണെങ്കിലും നാരായണ എന്ന് പറഞ്ഞാണ് ആത്മാവ് പോയെന്ന്. ആർക്കാണെങ്കിലും മരണഭയമില്ലേ? എത്ര വലിയ നേതാവിനാണെങ്കിലും മരണഭയമില്ലേ? തിലകൻ ചേട്ടനെ ഞാൻ ഏഷ്യാനെറ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഐ വാസ് ക്ലിനിക്കലി ഡിക്ലെയർഡ് ഡെഡ്. അദ്ദേഹം പക്ഷെ ഉള്ളിൽ കോൺഷ്യസ് ആയിരുന്നു. ആർത്തി വിളിക്കുകയാണ് അമ്മേ അമ്മേ അമ്മേ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കൈ ഇങ്ങനെ പൊക്കി അമ്മയെ തൊടാൻ നോക്കാണ്, കൈ പൊക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ടേക്ക് പോകുന്നു എന്നറിയില്ല. ക്ലിനിക്കലി ഹീ ഈസ് ഡെഡ്, പക്ഷെ ഹി വാസ് കോൺഷ്യസ് ഇൻസൈഡ്. അങ്ങനെയുള്ള ആ ഒരു മൊമെൻ്റൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വല്ലാത്ത ഒരവസ്ഥയാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. വരുമ്പോൾ നമ്മൾ ധാരാളം സ്നേഹിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്കാണ് നമ്മുടെ കരച്ചിലും ചിരിയും ഒക്കെ ആൾക്കാർ സന്തോഷമായിട്ട് എടുക്കുന്നു. കരയുന്ന കുഞ്ഞിനെ നമ്മൾ ഓമനിച്ച് കരച്ചിലും മാറ്റുന്നു. പക്ഷെ പോകാൻ കിടക്കുമ്പോൾ അല്ലേ ഈ ശല്യം എങ്ങനെയെങ്കിലും തീർന്നു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ടാകും. എന്നിട്ട് വേണം ആ കസേരയിൽ ഒന്ന് കയറിയിരിക്കുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. ഇനി അതും പറഞ്ഞ് എൻ്റെ മേത്ത് ആർത്തലിച്ചോണ്ടൊന്നും വരണ്ട. എല്ലാ പാർട്ടിയിലും പൊങ്കാലയ്ക്ക് വരണ്ട. നിങ്ങളുടെ പാർട്ടിയിൽ ഇദ്ദേഹം ഇപ്പൊ ഇനി അടുത്ത തവണയും കൂടെ ആവണ്ടെന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. ബഹു കമലയിടത്തിക്കും ഭയമുണ്ടാകും. ബഹു ക്യാപ്റ്റൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം എന്താകും? നമ്മുടെ വീണയിടത്തെയാണെങ്കിൽ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. പിന്നെ റിയാസിനെ എല്ലാവരും ഉൾക്കൊള്ളുന്നു തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു ജൂനിയർ ആണ്. പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താനൊന്നും കഴിയില്ല.
ഇല്ല അതൊക്കെ കുറേ വർഷങ്ങളുടെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നിരിക്കാം. പക്ഷെ പോകെ അദ്ദേഹത്തിന് പണത്തിനുള്ള ആർത്തി വന്നു. പണമില്ലെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എവിടെയാണെങ്കിലും പോസ്റ്ററിന് പോസ്റ്റർ ഒട്ടിക്കണം, വാഹനങ്ങൾക്ക് വാഹനം വേണം. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് 5 പേർക്ക് ചോറ് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള എല്ലാവർക്കും അന്നദാനം നടത്തിയത്. അതിനോടനുബന്ധിച്ച് നമ്മൾ പന്തളത്ത് നടത്തി. ആരെങ്കിലും വിളിച്ചു കൂട്ടിയോ? എത്ര പ്രാവശ്യം ക്യാമറ കാണിച്ച് TV കാണിച്ചിട്ടാണ് 5-6 പേര് അവിടെ വന്നിരുന്നത്. പിന്നെ കണ്ടാൽ നമുക്ക് എല്ലാം അറിയാം. ആ കോർപ്പറേഷനിലെ ജീവനക്കാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും സ്ത്രീകളും എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്. കണ്ടാൽ അറിയാം ഒരൊറ്റ ആൾ പോലും ഡെലിഗേറ്റ് അല്ലാന്ന്. ഐ ഹവ് ഗോട്ട് എ ട്രെയിൻഡ് ഐ ആസ് എ ജേർണലിസ്റ്റ്. ഐ കുഡ് മേക്ക് ഔട്ട് നൺ ഓഫ് ദം വേർ അതിൽ പ്രതിനിധിയായിട്ട് വന്ന ആൾക്കാരില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ താങ്കൾക്കും എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണല്ലോ അധികം അവരതിനെ കുറിച്ച് വീമ്പിളക്കാതിരിക്കുന്നത്. പിന്നെ അവർ നടത്തിയ സമ്മേളന വേദികളൊക്കെ നോക്കും. ഓരോ സിമ്പോസിയത്തിന്റെ അതിന്റെ ഇതിന്റെയൊക്കെ വാട്ട് എ സോറി ഫിഗർ അല്ലേ, കാണിക്കേണ്ടിയില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു, ഒഴിഞ്ഞ കസേരകൾ ആണെന്ന്. പിന്നെ ആൾക്കാർ അതിനിപ്പുറത്ത് കയറി പിടിച്ച് പന്തളത്തെ കൊണ്ട് നിറച്ച് വച്ചിരിക്കുകയാണെന്നും. ആൾക്കാർ മനസ്സുകൊണ്ട് ആ മുഖഭാവങ്ങള് ക്യാമറ ക്ലോസപ്പിൽ പോകുമ്പോൾ ഭക്തി കൊണ്ട് ആൾക്കാരിങ്ങനെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത്. പമ്പയിലിരുന്ന ആൾക്കാരുടെ ഇത് കഴിഞ്ഞിട്ടൊന്നുമല്ലോ വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമല്ലോ എന്നുള്ള മട്ടില് ഓരോരുത്തര് ഇരിക്കുന്ന വ്യത്യാസം കാണുമ്പോൾ നമുക്കറിയാം പന്തളത്ത് നടന്നതാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമെന്നും മറ്റേടത്ത് നടന്നത് അന്നദാനവും താൻ സ്വയമായി ചെയ്ത എല്ലാ പാപങ്ങൾക്കും പരിഹാരം നേടി മോക്ഷത്തിലേക്ക് തന്നെ കൊണ്ടുപോകണമേ ദൈവമേ എന്ന് പിണറായി സഖാവ് മനസ്സിൽ ജപിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു പരിപാടിയുമായിരുന്നത്. അവസാനം കൊളവാക്കിയല്ലോ പ്രശാന്തേട്ടൻ സ്വാമി ശരണം. അല്ലാതെ ഇങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ വിളിക്കാൻ അവർക്ക് അറപ്പായിരിക്കും. അതിലേക്ക് എത്തണം. അതൊരു സ്റ്റേജ് ഉണ്ടല്ലോ മാം. അപ്പൊ ആ സ്റ്റേജിലേക്ക് എത്തണം. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കും വിളിക്കണം. അയ്യപ്പന്റെ പേരിലാണ് ഞാൻ ഈ തട്ടിപ്പൊക്കെ നടത്തണേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിളിക്കും. എന്നിട്ടൊരു സോറി പറഞ്ഞാൽ തീർന്നല്ലോ, സഖാക്കളെ ക്ഷമിക്കും. അല്ല, ഇപ്പൊ തട്ടിപ്പിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഈ സ്വർണത്തിന്റെ കണക്കിലേക്ക് തിരിച്ചു വരണ്ടേ? ഈ പൈസകൾ എവിടെ പോകുന്നു? ഞാൻ കണ്ടിട്ടുണ്ട് ശബരിമലയിൽ ഓരോ ഹുണ്ടി തുറക്കുമ്പോഴും ദേവസ്വം ഓഫീസേഴ്സാണ് അവിടെ നിന്നതാക്കുന്നത്. ഒരു പിടി മാറ്റി വെച്ചാലോ അല്ലെങ്കിൽ ഒരു ചാക്കിലെടുത്തോണ്ട് പോയാൽ ആരും ചോദിക്കാനും പറയില്ല. അത് ആളില്ല. നിഷ്പക്ഷ മതികളായ കുറച്ചു പേരുടെ സാന്നിധ്യത്തിൽ വേണ്ട ഇങ്ങനെയുള്ള കൗണ്ടിങ് ഒക്കെ നടത്താൻ. ദേവസ്വം ഓഫീസേഴ്സ് നിഷ്പക്ഷ മതികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരെല്ലാം തന്നെ CPM-ന്റെ അനുഭാവികളാണ്. അപ്പോൾ സാധാരണക്കാരായ കുറച്ചു പേരെ തിരഞ്ഞെടുത്ത് അവരുടെയും കൂടെ പ്രസൻസിൽ വേണം അത് രേഖപ്പെടുത്താൻ വേണ്ടേ. ചാക്കില് വെറുതെ സ്വർണം കൂട്ടിയിട്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചത് കേട്ടതാ. വിജയ് മല്ലയ്യ സമർപ്പിച്ചത് തനി സ്വർണത്തിൽ പൊതിഞ്ഞ വാതില് ഇതൊക്കെയാണെന്നാണ് 1999. അതെങ്ങനെ മാറി ഇപ്പോൾ ചെമ്പ് പാലിലും മൊത്തം സ്വർണം ഇതാക്കി എന്തെല്ലാം അവിടെ തട്ടിപ്പ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലൊരു സ്വാമിയേ ശരണയ്യപ്പ നമ്മൾ വിളിക്കുമ്പോൾ നമുക്കൊരു മോക്ഷത്തിലേക്ക് അടുക്കുന്ന ഒരു ഇതാണ്. എന്തും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇത്രയും പേര് എല്ലാം വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഭജന യാത്രയിൽ പങ്കെടുക്കുമോ? കൊച്ചു കുഞ്ഞുങ്ങളെ ഇതിൽ വെച്ചുകൊണ്ടാണ്, തോളത്തേറ്റിയിട്ടാണ് കന്യയ്യപ്പന്മാരെ കൊണ്ടുപോകുന്നത് അല്ലേ. ഇവിടെ ഇരുന്ന് അച്ഛൻ്റെ തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് എൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞുണ്ടാവാണ്ട് ഞങ്ങളുടെ ശ്രീഹരി മണി കെട്ടിയിട്ടാണ് അവിടെ പോയിട്ട് മദറിലോ മണി കൊണ്ടുവന്ന് അത് വെച്ച് പൂജിച്ചിട്ട് ഒക്കെയാണ് നമ്മുടെ ശ്രീഹരി ഉണ്ടായത്. അതുപോലെ 6 വർഷം കഴിഞ്ഞ് മണിയൊക്കെ കെട്ടിയുണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം കന്യയപ്പനായിട്ട് പോയിട്ട് അദ്ദേഹത്തിന് അവിടെ ദർശനം കിട്ടിയില്ലാന്ന്. എന്നിട്ട് പന്തളത്ത് വന്ന് മണി അഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ ഇവർ പരിഹസിക്കുക. അങ്ങനെയാണോ ഉടനെ ചെയ്യേണ്ടത്? നിങ്ങൾ കാത്തു നിൽക്കണ്ടേ? ഈ കുഞ്ഞ് 2-3 വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് എത്ര നേരം 10-12 മണിക്കൂർ നിൽക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മദറിലോയും അമ്മയൊക്കെ ഉണ്ട്. ഭാര്യയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊരു സഹതാപത്തോടെ കാണാതെ മാല അഴിച്ചു വെച്ചത് വലിയ കാര്യമായി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ യഥാർത്ഥ അയ്യപ്പ ഭക്തനല്ല. അത് ഇവരാണോ തീരുമാനിക്കുന്നത്?
മണി കെട്ടി ഉണ്ടായി നമ്മൾക്കത് വിശ്വസിക്കുന്നുണ്ട്. എനിക്കും കൊണ്ടു തന്നിരുന്നു എൻ്റെ മദറിൻലോ. അത് ശ്രീഹരി കയറ്റിൽ കെട്ടിച്ചിട്ടാണ്, മണി കെട്ടിച്ചിട്ടാണ് ഞങ്ങൾ മല ചവിട്ടിയത്, ശ്രീകുമാറും മക്കളെല്ലാവരും കൂടെ പോയിട്ട്. അപ്പം നമുക്ക് കുറേ വിചാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുണ്ട്. അതിൻ്റെ മേത്ത് ഇവർ കയറിയിരുന്ന് ഇവരുടേതായ കാര്യങ്ങൾ, അവിശ്വാസങ്ങൾ നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ നോക്കും, നമ്മളെ പരിഹസിക്കുകയും നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിക്കളയുകയും ചെയ്യരുത്. എന്ത് തപിച്ചിട്ടായിരിക്കും ആ അച്ഛൻ മകനെയും കൊണ്ട് മല കയറാൻ പറ്റാണ്ട് ഇറങ്ങിയത്. അതെ, മദ്രാസിൽ നിന്ന് വന്നതാണ്, മലയാളികളാണ്, മദ്രാസിൽ നിന്ന് വന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പുച്ഛിക്കുകയാണ്. അയ്യപ്പ ഇതൊന്നും വകവച്ച് കൊടുക്കില്ല, ഇതിനൊക്കെ തക്ക പ്രതിരോധം. പണ്ടൊക്കെ പിന്നെന്ന് പറയും, ഇപ്പൊ അപ്പപ്പോ എന്നാണ് പറയുന്നത്. വരമ്പത്ത് കൂലി അപ്പം കിട്ടും. അപ്പോൾ പിണറായി എന്തായാലും സ്വന്തം ജീവനും സ്വന്തം മോക്ഷത്തിനൊക്കെ വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് കുറച്ച് എത്ര കോടി രൂപ അതിൻ്റെ വന്നിട്ടില്ല, ഫുൾ കണക്ക് വന്നിട്ടില്ല. ഓരോരുത്തർക്കും 1.5 ലക്ഷം രൂപ വെച്ചൊക്കെ ചിലവായി എന്ന് പറയണു. ജർമ്മൻ മോഡലിൽ ഫുള്ളി ശീതീകരിച്ച ഹാള് അങ്ങനെയൊക്കെയായിരുന്നു ഒരുക്കിയിരുന്നത്. പക്ഷെ ആ ഹാളിലിരിക്കാൻ ഭാഗ്യം കിട്ടിയത് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും തൊഴിലുറപ്പ് സഹോദരിമാർക്കൊക്കെയാണ് ആ ഹാളിലിരിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.